PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത് ഇന്ന് വളരെ കോമൺലി കണ്ടുവരുന്ന ഒന്നാണ്. ചിലപ്പോൾ ഒരു 11 വയസ്സിൽ പീരിയഡ്സ് ആയ ഒരു കുട്ടിക്ക് ചിലപ്പോൾ 12 വയസ്സിൽ ഇപ്പം PCOD കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ലൈഫ് സ്റ്റൈലിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ അതുല്യ ജയൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഇപ്പോൾ കോമൺലി കേൾക്കുന്ന 2 വേർഡ്സാണ്. ഒന്ന് PCOD, പിന്നെ ഒന്ന് PCOS. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. PCOD എന്ന് പറഞ്ഞാൽ ഓവറിയിൽ, അതായത് സ്ത്രീകളുടെ ഓവറിയിൽ വരുന്ന ചെറിയ ചെറിയ കുമിളകളാണ് നമ്മൾ PCOD എന്ന് പറയുന്നത്. പക്ഷേ ഈ PCOS എന്ന് പറയുമ്പം ഈ കുമിളകൾ ഉള്ളതിൻ്റെ കൂടെ തന്നെ അതൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആകും. അതാണ് സിൻഡ്രോം. അപ്പം അതാണ് ഈ PCOS എന്ന് പറയുന്നത്. ഈ PCOSൻ്റെ കൂടെ വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. ഈ PCOD വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അതായത് ഇപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് PCOD വരണം എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടി വളർന്നു വന്ന ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും. കാരണം ഇന്ന് നമുക്കറിയാം, ഇപ്പം ചോക്ലേറ്റ്സ് നല്ലപോലെ കഴിക്കുക, ജങ്ക് ഫുഡ് കഴിക്കുക, ഡോണറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോണറ്റ്സിലൊക്കെ അത്രയും ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്, അത് മൈദ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കുട്ടീനെ പണ്ട് തൊട്ടേ ഉള്ള ശീലങ്ങളാണ്. അപ്പോൾ ആ കുട്ടി ചിലപ്പം തടി കൂടുതൽ വന്നിട്ടുണ്ടാവാം, ഒബിസിറ്റി വന്നിട്ടുണ്ടാവാം. അതില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടിക്ക് പീരിയഡ്സ് ആയി 1 ഇയർ ആകുമ്പോഴേക്കും ഒരു 12 വയസ്സിൽ തന്നെ വരുന്നുണ്ടായിരിക്കാം. അതുപോലെ ഒന്നാണ് ഫാമിലി ഹിസ്റ്ററി. PCOSൻ്റെ അല്ലെങ്കിൽ PCODൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഇത് വരാം. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും വരാം. പിന്നെ ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ഒബീസിറ്റി. നിങ്ങൾക്ക് നിങ്ങളെ വെയിറ്റ് കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിലും പിന്നെ PCOD ആയിട്ട് അത് മാറാം. PCOD വരാം, അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒബീസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരാനുള്ള ചാൻസ് തന്നെ കൂടുതലാണ്. അപ്പം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വരുന്നതായിട്ട് തന്നെ നമുക്കിപ്പം PCODനെ കൂട്ടാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ കുറേ ഷുഗർ ഐറ്റംസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് PCOD വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോഴും PCOD വരാനുള്ള കാരണങ്ങൾ കൂടുതലാണ്. ഇനി PCOD ഉണ്ടെന്ന് എങ്ങനെ അറിയാം, അതായത് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയാൻ പറ്റുന്നതാണോ ഇറഗുലർ പീരിയഡ്സ്. നോർമലി നമ്മൾ പറയാം പീരിയഡ്സ് എന്ന് പറയുന്നത്, അതായത് മെൻസസ് എന്ന് പറയുന്നത് ഒരു 28 ഡേയ്സ് സൈക്കിളാണെന്നാണ് പറയാം. അപ്പോൾ അതൊരു കുറച്ച് ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ചിലപ്പം ഇന്ന് പീരിയഡ്സ് ആയി, ഇനി ആ ഫ്ലോ ഒരു 10 ഡേയ്സ് നിൽക്കുകയാണ്, പിന്നെ ഒരു 5 ഡേയ്സ് കഴിഞ്ഞ് എഗെയിൻ പീരിയഡ്സ് ആവണോ, അത് ഇറഗുലറാണ്. അല്ലെങ്കിൽ ഈ മന്ത് ഒരു 15th പീരിയഡ്സ് ആയി, എന്നിട്ട് പിന്നെ പീരിയഡ്സ് ആവുന്നത് ഒരു 3 months കഴിഞ്ഞിട്ടാണ് പീരിയഡ്സ് ആവുന്നുണ്ടെങ്കിലും അതും റെഗുലർ അല്ല. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ പീരിയഡ്സ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ PCOD കൊണ്ടാവാം. അതൊരു PCODൻ്റെ സിംറ്റമാണ്. അതുപോലെയാണ് വെയിറ്റ് ഗെയിൻ. PCOD ഉള്ളവർക്ക് വെയിറ്റ് ഗെയിനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ എക്കാൻഡോസിസ് എന്ന് പറയും, അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് കഴുത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പിഗ്മെൻറ്റേഷൻ കൂടുതൽ, ഒരു കറുപ്പ് കളർ പോലെ കാണുന്നത്. അതുപോലെ തന്നെ ഹിർസൂട്ടിസം അതുപോലെ തന്നെ ഉള്ള ഒരു സിംറ്റമാണ് അധികമായിട്ടുള്ള ഫേഷ്യൽ ഹെയർസ്. ചിന്നിലും മീശ പോലെയൊക്കെ അപ്പർ ലിപ്പിലൊക്കെ ഫേഷ്യൽ ഹെയർ കൂടുതലായിട്ട് വരിക, അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. അപ്പോൾ ഈ PCOD ഉള്ളവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കണ്ടുവരുന്നത്. അടുത്തതാണ് അവരുടെ മൂഡിൽ ഭയങ്കര ചേഞ്ചസ് കാണുക, മൂഡ് സ്വിങ്സ് കാണുക, അതുപോലെ ഭയങ്കര ക്ഷീണം. എത്ര ഇതാണെന്ന് പറഞ്ഞാലും എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞാലും അവർക്ക് തീരെ എനർജി ഇല്ലാത്ത ഒരവസ്ഥ. അതുപോലെയാണ് ചിലപ്പോൾ PCOD ഉള്ളവർക്ക് അനീമിയ കാണാം. ചിലപ്പോൾ കാരണം ഭയങ്കര ബ്ലഡ് ഫ്ലോ ആയിരിക്കും പീരിയഡ്സിൻ്റെ സമയത്ത്, അങ്ങനെയുള്ളവർക്ക് അനീമിയയും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു സിംറ്റമാണ് ആക്നെ. ആക്നെയും PCODയും എപ്പോഴും ഒന്നിച്ച് തന്നെ വരാം എന്നൊക്കെ പറയും. കാരണം PCOD ഉള്ളവർക്ക് അധികം ചിലപ്പോൾ ആക്നെ കാണാൻ കാരണം ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ട്. ഈ സിംറ്റംസ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് PCOD ആണ് എന്നൊരു ഇത് കിട്ടിക്കഴിഞ്ഞാലും നമുക്കല്ലാതെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നമ്മൾ ആദ്യം ചെയ്യുന്നൊരു ഇൻവെസ്റ്റിഗേഷനാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അൾട്രാസൗണ്ടിൽ നമുക്ക് ക്ലിയർലി അത് അറിയാൻ പറ്റും PCOD ആണോ, എത്ര ഉണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല കൂടുതലാണ്, നമുക്കിത് എങ്ങനെയും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോഴാണ് നമുക്ക് ഹോർമോണൽ ടെസ്റ്റുകളും ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. PCOD എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മെഡിസിൻ കഴിച്ചിട്ട് മാറ്റണം അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ മാറുമെന്നുള്ള ഒന്നല്ല. മെഡിസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡയറ്റും എക്സസൈസും ശ്രദ്ധിച്ചാലാണ് PCOD മാറുക. അല്ലാതെ ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ PCODക്ക്, അപ്പം ഞാൻ എന്തിനാ എൻ്റെ തടി കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിനാ ജങ്ക് ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ PCOD മാറില്ല.
അപ്പോൾ മെഡിസിൻ്റെ കൂടെ ഈ പറയുന്ന ഡയറ്റിൻ്റെ കാര്യങ്ങളും എക്സസൈസിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഡയറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹെൽത്തി ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർബ് കുറയ്ക്കാം, പോർഷൻ കൺട്രോൾ ചെയ്യുക, നമ്മൾ കഴിക്കുന്ന മീലിൻ്റെ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക. ഇപ്പം ചിക്കൻ നല്ലതാണ്, അല്ലെങ്കിൽ ഫിഷൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ റൈസ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ പോർഷൻ റൈസ് എടുക്കുക, എന്നിട്ട് ബാക്കി വെജീസ് എടുക്കുക, ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ മീൻ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാം, ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ഒരു 2 ചപ്പാത്തിയൊക്കെ കഴിക്കാം, പിന്നെ വെജീസൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ പ്ലേറ്റ് ഫില്ല് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾക്ക് വരെ PCOD ഉണ്ട്. അപ്പോൾ അവരോട് ചിലപ്പോൾ നമ്മൾ ഇത് വെജീസ് ഇങ്ങനെ കഴിക്കണം അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവർ കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെജീസൊക്കെ ഇടാൻ പറ്റും. ബ്രൊക്കോളിയൊക്കെ പോലെയുള്ളതൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബ്രൊക്കോളി കൊണ്ട് കട്ട്ലറ്റ് പോലെ അതൊക്കെ, പക്ഷേ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യാതെ എടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുക്കുക. കാരണം അധികം ഓയിലി ഫുഡുകളും നല്ലതല്ല. അതുപോലെ തന്നെ വെജീസൊക്കെ നല്ലതാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് നല്ലപോലെ കഴിക്കാം. മില്ലറ്റ്സ് നല്ലതാണ്. ഈ കാർബിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, മില്ലറ്റ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോൾ ഗ്രെയിൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെയാണ് omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ് നല്ലതാണ്. വെള്ളം നന്നായിട്ട് കുടിക്കണം. ചിലർക്ക് ചോറ് കഴിക്കണം, ഉച്ചയ്ക്ക് ചോറല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഭയങ്കര മിസ്സിങ് ആണെന്നൊക്കെ പറയുന്നവർക്ക് വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് കഴിക്കാം. അതും കുറച്ച് മാത്രം. ബ്രൗൺ റൈസാണെന്ന് വിചാരിച്ചിട്ടും അത് കുറേ കഴിക്കരുത്. ഒരു 2-3 കയ്യിലൊന്നും ഇടാതെ കുറച്ച് മാത്രം കഴിക്കാം. ഇനി ഫുഡിൽ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് ഷുഗർ കട്ടാണ് ഏറ്റവും നല്ലത്. ഷുഗർ ഒഴിവാക്കാം. പ്രത്യേകിച്ച് പഞ്ചസാര, നമ്മൾ ചായയിലിടുന്ന പഞ്ചസാര നമ്മൾ വിചാരിക്കും 1 ചായയല്ലേ 2 ചായയല്ലേ, പക്ഷേ അത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ആഡഡ് ഷുഗർ ഉള്ളത്. ഈ ബേക്കറി ഐറ്റംസിലൊക്കെ ഒരുപാട് ഷുഗർ ഉണ്ട്. അതും ആഡഡ് ഷുഗറാണ്, റിഫൈൻഡ് ഫുഡാണ്. അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മൈദ ഒഴിവാക്കുക. മൈദ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്നതാണ് ബ്രെഡ്. സാൻഡ്വിച്ചിലൊക്കെ ബ്രെഡ് ഉണ്ട്, അപ്പോൾ അതിലൊക്കെ മൈദ ഉണ്ട്. അപ്പം അത് ഒഴിവാക്കുക. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കുക. ബേക്കറി ചിപ്സ് ഐറ്റംസ് ഉള്ള ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക. എണ്ണക്കടികൾ മൊത്തത്തിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ PCOD ഉള്ളവർ എപ്പോഴും നിങ്ങളുടെ ഒരു റൂട്ടീൻ കീപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ രാവിലെ 8 മണിക്ക് കഴിക്കുന്നത് വെച്ചാൽ ഇന്നും 8 മണിക്ക്, ലഞ്ച് 1 മണിക്കാണെങ്കിൽ 1 മണിക്ക്, ഡെയിലി അങ്ങനെ ഒരു, അല്ലാതെ ലഞ്ച് ഒരു 4 മണിക്ക് കഴിക്കുക, അല്ലെങ്കിൽ ഒരു 3 മണിക്ക് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒരു 12 മണിക്ക് കഴിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ ഡിന്നർ എപ്പോഴും ഒരു 7 മണിക്ക് അല്ലെങ്കിൽ 7:30 ഉള്ളിലായിട്ട് കഴിക്കാൻ നോക്കുക. ഫുഡ് ഡിന്നർ കഴിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയം, ഒരു 10 മിനിറ്റ്സ് ഒന്ന് നടക്കുക. വീട്ടിൽ തന്നെ ഒന്ന് നടക്കാം, അല്ലാതെ അപ്പം തന്നെ പോയി ഇരിക്കുക കിടക്കുക ചെയ്യാതെ അങ്ങനെ ഒന്ന് ചെയ്യുക. നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ ഉള്ളതാണ് എക്സസൈസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻ്റെ കൂടെ എക്സസൈസും നമുക്ക് വേണ്ട ഡയറ്റും നമ്മൾ ഫോളോ ചെയ്താലാണ് PCOD മാറ്റാൻ പറ്റുക. അപ്പം പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക. നിങ്ങൾ കൂടുതൽ തടിയുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. PCOD ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ കൺസൾട്ടേഷനോ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.